എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അവർ നാളെ രാവിലെ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു കോൺസെപ്റ്റാണെന്ന് തോന്നി. വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം നമ്മളൊക്കെ വർഷങ്ങളായിട്ട് സിനിമ എടുക്കുന്നുണ്ട്. സിനിമ എടുക്കുന്ന നമ്മൾ ലാസ്റ്റ് മൂമെൻറ്റിൽ ഏതെങ്കിലും സാറ്റലൈറ്ററായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫൈനാൻസ് സെറ്റിൽമെൻറ്റും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് ഉടനെ ഒപ്പിട്ടം കൊടുക്കുകയാണ്. 99 വർഷങ്ങളാണ്. ശരിക്കും അത് നമ്മളെ ശരിക്കും അവർ ചൂഷണം ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം ഈ സിനിമയുള്ള നമ്മളെ ഇവിടുത്തെ ജയൻസ്. അതായത് ഇപ്പോൾ ആര് നോക്കിക്കഴിഞ്ഞാലും ഇവിടുത്തെ സാറ്റലൈറ്റ് ചാനലുകാർ ഏത് ചാനൽ എടുത്താലും അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളായിട്ട്. പണ്ടൊക്കെ 5 കൊല്ലമായിരുന്നു. 95 ഇത് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളൊക്കെ 5 കൊല്ലത്തേക്കാണ് ഈ ഓരോ റൈറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ 5 കൊല്ലം കഴിഞ്ഞ് അത് 10ആയി 15ആയി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പേർപ്പച്വലായി ആരും വാങ്ങിക്കാതായി. So that is the situation in Kerala, not in northern Kerala, over the whole of India. അപ്പം ഇവർ വരുന്ന ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമുമായിട്ടാണ്. അതിൻ്റെ ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ അവരുടെ പുതിയ കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവരുടെ CEO ഇവിടെ ഉണ്ട്, സെന്തിൽ നായകൻ, ആൻഡ് ഡയറക്ടർ പുള്ളിയാണ് ഇതിൻ്റെ CEO. അത് കഴിഞ്ഞ് ഡയറക്ടറുണ്ട് തിരുവാനൂർ രശ്വൻ. അപ്പോൾ ഇവരൊക്കെ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ സംഭവം എന്തെന്ന് വെച്ചാൽ, നമുക്ക് എന്തുമാത്രം റൈറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ വേർഡും ഒരു റൈറ്റാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പം ഒരു മ്യൂസിക് റൈറ്റ് വിൽക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമ്മൾ കൊടുക്കുകയാണ്. അതായത് അതിൻ്റെ ഡയലോഗ്സ്, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് എല്ലാം അവർക്ക് എഴുതി കൊടുക്കുകയാണ്. ശരിക്കും ഇത് ഓരോന്നും നമ്മൾ ഹോൾഡ് ചെയ്താലും ഓരോ റൈറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. ആ സ്റ്റാർട്ടപ്പിന് ഗവൺമെൻറ് അംഗീകരിച്ച് ഒരു സീഡ് ഫണ്ടിങ്ങും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം. അപ്പം അതൊരു നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും വളരെ മെച്ചമുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊക്കെ റൈറ്റ്, അതായത് നമുക്ക് 100 കണക്കിന് റൈറ്റ് ഉണ്ട്. ഈ റൈറ്റ് മുഴുവൻ അവർ കൊണ്ടുപോകണം. അപ്പോൾ ഇത് നമ്മൾ അവരുടെ ഇതിൻ്റെ അകത്തോട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അവരുടെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു തരും. അതിലോട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ റൈറ്റ് എങ്ങനെയൊക്കെ ആർക്കൊക്കെ വിൽക്കാം എന്നുള്ളത് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ലോകത്തുള്ള പല കമ്പനികളും ഇത് വാങ്ങിക്കുന്നവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ഓരോരുത്തർക്ക് വിൽക്കാൻ പറ്റും. ഇതുപോലൊരു പ്ലാറ്റ്ഫോമായിട്ട് വരുമ്പോഴത്തേക്ക് അത് ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്ന പ്രൊഡ്യൂസേഴ്സിന്. അപ്പോൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ്. അവർ രാവിലെ വന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെ അതൊരു ഫ്യൂച്ചർ സംഭവമാണ്. ഓൺ ബിഹാഫ് ഓഫ് ദ producers and the Tiruvannamalai Film Fraternity, I welcome you both to our fraternity. Thank you so much. And